വെൽക്കം ടു ഐനൂസ് ടേസ്റ്റി കോർണർ. ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു മുട്ടച്ചോറാണ്. അതിനായിട്ട് 1.5 കപ്പ് ബസുമതി റൈസ്, 4 മുട്ട, 1/2 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ബീൻസ്, 1/2 കപ്പ് ക്യാബേജ്, കനം കുറച്ച് കട്ട് ചെയ്ത ഒരു സവാള, 1 ടേബിൾ സ്പൂൺ തക്കാളി, 1/4 കപ്പ് ക്യാപ്സിക്കം, പച്ചമുളക് കട്ട് ചെയ്തത്, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ആദ്യം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പും ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം. ഇനി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റൈസ് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനിയും സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയും സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ക്യാപ്സിക്കവും ക്യാബേജും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനിയും വെജിറ്റബിൾസ് എല്ലാം സൈഡിലേക്ക് ഒതുക്കി വെച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മസാലകളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയും വെജിറ്റബിൾസ് എല്ലാം സൈഡിലേക്ക് ഒതുക്കി വെച്ച് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ട അധികം പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട നല്ലപോലെ വെന്ത് പോകുന്നതിന് മുൻപ് നേരത്തെ വേവിച്ചെടുത്ത റൈസ് ചേർത്ത് കൊടുക്കാം. ഇനിയും മസാല എല്ലാ ചോറിലും പിടിക്കുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം മല്ലിയില ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.